ഓക്കെ, നമുക്കെങ്കിൽ സ്റ്റാർട്ട് ചെയ്തേക്കാം. നമ്മളെന്തിനാ സമയം കളയുന്നത്? നമ്മളിങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ വേറെ പേരെന്താ? ട്രാൻസിഷൻ മെത്തേഡ്. എന്താ? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ്. 3 to 12 വരെ ഗ്രൂപ്പിലുള്ളവരെയാണ് നമ്മൾ ഈ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. പിന്നെ അവർ തന്നെ പല സീരീസുകളായിട്ടാണ്. ഏതൊക്കെയാണ്? 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്, 6D സീരീസ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അവർക്ക് ഒരുപാട് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട്. അവരെല്ലാം കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിക്കുമ്പോൾ എഴുതേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? വീഡിയോ ഒക്കെ ഓൺ ആക്ക്. അഭിഷേക് അർജുൻ. എന്നിട്ട് പറ എന്താ അഭിഷേക്? ഇലക്ട്രോണിക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? n-1 d1 to 10 ns1 to 3. 1 to 2. അതായത് ലാസ്റ്റ് ഷെല്ലാണ് NS എന്ന് പറയുന്നത്. സോ എസിന്റെ തൊട്ട് മുമ്പുള്ള പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് നമ്മുടെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് അവസാനിക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? പിന്നെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. അവർ എന്തൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ അർജുനെ? colored compounds, ടിപ്പിക്കലി മെറ്റാലിക് പ്രോപ്പർട്ടി ആണ്. അവര് ഭയങ്കര ഹാർഡാണ്. എന്ത് ചെയ്യും? അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഹൈ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ്. അവർ ഭയങ്കര ഹാർഡാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ വെച്ചു? അതെന്നാണെന്ന് ചോദിക്കുകയല്ലോ. The energy required to convert a metallic crystal into its constant ions is called enthalpy of atomization. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അറ്റമൈസേഷൻ എങ്ങനെ? എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എങ്ങനെ? കൂടുതലാണോ കുറവാണോ? കുറവാണ് ചേച്ചി. അല്ല കൂടുതലാണ് ചേച്ചി. ഹൈ അറ്റമൈസേഷൻ അല്ലായിരുന്നു? അല്ല ചേച്ചി, നമ്മൾ ഈ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എല്ലാ ഒറ്റ ടൈപ്പ് പ്രോപ്പർട്ടി അല്ലേ ഉള്ളൂ. ഇതിപ്പോ പറയുന്ന ഒക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതായത് റിയാക്ഷൻ വൈസ് ഒരു റിയാക്ഷൻ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിന് ഹൈ അറ്റമൈസേഷൻ ആണ്. അതുപോലെ തന്നെ അതിന്റെ ഗ്രൂപ്പിൽ പോകുമ്പോൾ ഒരു ഗ്രൂപ്പിലാണ് ഒരു സീരീസിൽ പോവുകയാണെങ്കിൽ അതിന്റെ സൈസിന് എന്താണ് വ്യത്യാസം വരുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സൈസ് കൂടും ചേച്ചി. എന്താ അഭിഷേക്? ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഒരു പീരീഡിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ സൈസിന് വരുന്ന വ്യത്യാസം എന്താ? കുറഞ്ഞു വന്നിട്ട് കുറഞ്ഞിട്ട് കൂടുകയാണ് ചെയ്യണത്. എന്താ അങ്ങനെ ആവാൻ കാരണം? എന്തുകൊണ്ട് അർജുനെ റേഡിയസ് കുറഞ്ഞിട്ട് കൂടുന്നേ? റേഡിയസ് അയോണൈസേഷൻ നടത്തില്ലേ, പിന്നെ ന്യൂക്ലിയസിന്റെ ഇത് കൂടുമ്പോഴത്തേനും അട്രാക്ടിങ് ഈ വാലൻസ് ഷെല്ലിലുള്ളതിന്. എന്താ കിച്ചു അർജുൻ പറഞ്ഞ കറക്റ്റ് ആണോ? അല്ലല്ല, അവൻ പറഞ്ഞ കറക്റ്റ് ഒന്നല്ല ചേച്ചി. ഞാൻ അതെന്താന്ന് വെച്ചോണ്ട് ചേച്ചി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഡി ബ്ലോക്ക് വരെ വരുമ്പോഴത്തേക്കും ഇത് പെനൾട്ടിമേറ്റ് ഷെല്ലിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞ് പി ബ്ലോക്കിലേക്ക് കടക്കുമ്പോഴത്തേക്കും അത് പെനൾട്ടിമേറ്റ് ഷെല്ലിൽ തന്നെയാണ് കയറുന്നത്. പക്ഷെ അവിടെ എണ്ണം കൂടും പി ബ്ലോക്ക് കയറുമ്പോൾ. മറ്റിനകത്ത് സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഇല്ല. ഡി ബ്ലോക്കിൽ ഇനഫ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, പി ബ്ലോക്കിൽ സ്പേസ് കുറവാണ്. ഞാൻ പറഞ്ഞ എന്താ അഭിഷേക കാരണം എന്താണ്?
ഇതൊക്കെയത് അൺപെയർ ഇലക്ട്രോൺസ്. ചേച്ചി ഇതൊക്കെ നോട്ടാക്കിട്ട് തന്നെ കേട്ടോ. നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം എടുക്കുമ്പോൾ ആദ്യത്തെ 2-3 എലമെന്റ്സിൽ നമ്മുടെ റേഡിയസ് കുറയുവാണ്. കാരണം എന്താണ്? ഷീൽഡിങ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ കഴിഞ്ഞും കുറവായിരിക്കും. അവിടെ ന്യൂക്ലിയർ ചാർജ് ആണ് കൂടുതൽ, ഷീൽഡിങ് അല്ല. കുറച്ചുകൂടി മാറി കഴിയുമ്പം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ഷീൽഡിങ്ങും ഈക്വൽ ആകും. ബാക്കിയുള്ള മെറ്റൽസിൽ എലമെന്റ്സിൽ എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജിനെ കഴിഞ്ഞും കൂടുതൽ ഷീൽഡിങ് ആയിരിക്കും. ഷീൽഡിങ്ങിന്റെ അതുകൊണ്ട് എന്ത് ചെയ്യും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ ഒരു അട്രാക്ഷൻ, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കുറയും. സോ സൈസ് വലുതാകും. ഞാൻ പറഞ്ഞു തന്നല്ലേ, പടം വരെ വരച്ച് പറഞ്ഞു തന്നല്ലേ. ഇത് എഴുതാത്തോണ്ടേ അതാണ് വിഷയം. ചേച്ചി അല്ല ചേച്ചി എഴുതണ്ടേ എന്നൊക്കെ പറഞ്ഞോട്ടോ. കാര്യം അല്ലേ പിന്നെ ഞാൻ നോക്കി എഴുതാനാ. തന്നെ നോട്ടും പുസ്തകം എല്ലാം മൊത്തം അങ്ങ് വായിച്ചോ. നോട്ടുകാരിൽ ഞാനങ്ങ് നിർത്തി. അല്ല ചേച്ചി ജസ്റ്റ് ഹെഡിങ് പറഞ്ഞ ചേച്ചി. ഓ പുസ്തകം എടുത്ത് വായിച്ചോ. മക്കൾക്ക് പഠിക്കാൻ പറ്റിയത് പുസ്തകമാണ് കേട്ടാ. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ അയണൈസേഷൻ എന്താൽപ്പിയും സെയിം റീസൺ ആണ്. അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടാൻ വേണ്ട എനർജി. അതായത് ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എനർജി വേണം ലൂസ് ആകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള എനർജിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ സൈസ് കൂടുന്നതിനനുസരിച്ച് ഈ എനർജി കുറച്ചു മതി. അപ്പൊ നമ്മുടെ ട്രെൻഡ് വെച്ച് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ട്രെൻഡ് വെച്ചിട്ട് അത് എങ്ങനെയായിരിക്കും? ആദ്യം 2-3 എലമെന്റ്സിന് ഈ ഒരു അയണൈസേഷൻ എന്താൽപ്പി ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അതിന്റെ സൈസ് കുറവാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കൊണ്ടുപോകാൻ ഒരുപാട് എനർജി വേണം. സോ ആദ്യത്തെ 2-3 എലമെന്റ്സിന് എന്താണ്? അയണൈസേഷൻ എന്താൽപ്പി കൂടുതലാണ്. പിന്നെ മിഡിൽ പോർഷനിൽ വരുമ്പോൾ എന്താണ്? അയണൈസേഷൻ എന്താൽപ്പി 2-3 പേർക്ക് സെയിം വാല്യൂ ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എൻഡിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അയണൈസേഷൻ എന്താൽപ്പി കുറഞ്ഞു വരും. കാരണം അതിന്റെ സൈസ് കൂടുതലാണ്. സൈസ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഓക്കെ. സോ അതിന്റെ ആ ഫോട്ടോ അയച്ചു തന്നേക്കുന്ന എടുത്ത് വായിച്ചു നോക്കണം. ഇത് മൊത്തം എഴുതിക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു. ഇത് മൊത്തം എഴുതിക്കൊണ്ടിരുന്ന ഇത് എഴുതാനുള്ള സമയം നമുക്ക് ക്ലാസ്സിൽ കാണത്തുള്ളൂ. അല്ലാണ്ട് ഇതിനിങ്ങനെ ഒറ്റ വേടിൽ എഴുതി നിർത്താൻ പറ്റുന്ന ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അങ്ങനെ ഉള്ളതാണ് ഞാൻ എഴുതിക്കും. അല്ലാണ്ട് ഇങ്ങനെ വലിയ സെന്റൻസും വലിയ പാരഗ്രാഫ് ഒക്കെ ആയിട്ട് വരുന്നത് നോട്ട് തരാനൊന്നും പറ്റത്തില്ല. പകരം ഞാൻ ഫോട്ടോ ഇടുന്നുണ്ട്. അതെടുത്ത് വായിച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കണം. ഇന്ന് കെമിസ്ട്രിയുടെ ക്ലാസ് എന്ന ക്ലാസ്സിന് മുമ്പ് വായിച്ചിട്ടിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, ആരും ഇല്ലല്ലോ. എന്നിട്ടാണ് അവന് നോട്ട് തന്നില്ല പോലും. അതുകൊണ്ട് ബാക്കി പറയിപ്പിക്കരുത് കേട്ടാ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അടുത്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? എന്താ അഭിഷേക് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണ് ലൂസ് ചെയ്യണമല്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം, അതാണ് ഓക്സിഡേഷൻ. അല്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം വാലൻസ് ഇലക്ട്രോൺ ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഇലക്ട്രോൺസിനെ മേടിക്കണം, സ്റ്റേബിൾ ആവാൻ എന്തോരം ഇലക്ട്രോൺസിനെ മേടിച്ചു, അല്ല എന്തോരം ഇലക്ട്രോൺസിനെ കൊടുത്തു. മറ്റേ +2, -2, +3, +4 അങ്ങനെയൊക്കെ എഴുതില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്, ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു, നമ്മുടെ ഈ ഒരു ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അവർക്ക് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട്. പലരും പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഇനി അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇവര് പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? എന്തുകൊണ്ടാ? അത് മറ്റേ ഇതില്ല, സൈസ് സെയിം ആവുന്നുണ്ട്, ഏകദേശം സൈസ് ഇവരുടെ സെയിം ആയിട്ട് വരുന്നുണ്ടല്ലോ. ആണോ? അല്ല, സൈസ് അവർക്ക് ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ടാണ്. അവർക്ക് എന്തുള്ളതുകൊണ്ടാണ്? ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, റീസൺ സാധാരണ ചോദിക്കുന്നതാണ്. നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതിന് കാരണം എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് d orbitals of d block elements. d block elements shows
variable oxidation state due to incomplete d-orbitals. Incomplete d-orbitals. In a d-orbitals incomplete ആണ്. നമുക്കറിയാം ഒരു d സബ്ഷനിൽ മൊത്തം എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 10 ഇലക്ട്രോൺസ് കൊള്ളാം. അപ്പൊ എന്താണ് ഇവിടെ പല ഡി സബ്ഷനിലും എടുക്കുമ്പോൾ അതെന്താണ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ. ആൻഡ് വേറൊരു റീസൺ ആണ് ഡിഫറൻസ് ഇൻ എനർജി ഓഫ് n-1d ഇലക്ട്രോൺസ്. n-1d ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ പെനൾട്ടിമേറ്റ് ഷെല്ലിന്റെ കാര്യം പറയുന്നത്. ഡി ഷെല്ലിന്റെ കാര്യം തന്നെയാട്ടോ പറയുന്നത്. n-1d ഇലക്ട്രോൺസ് ആൻഡ് ns ഇലക്ട്രോൺസ്. രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് എഴുതിക്കൊള്ളുക is the difference in energy of n-1d electrons and ns electrons. ഇനി നമ്മുടെ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെയൊക്കെ പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നോക്കിക്കേ, ഇതാരാണ്? സ്ട്രോൺഷ്യം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇത് 3D സീരീസിലെ ആൾക്കാരാണ്. ഓക്കെ, 3D സീരീസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് മൂന്നാമത്തെ പീരീഡ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് മൂന്നാമത്തെ പീരീഡ് ആണെന്ന് അറിയാലോ. അതിലെ ഫസ്റ്റ് പീരീഡ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇവന്മാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് നോക്കിക്കേ. സ്ട്രോൺഷ്യത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഇവിടെ എത്രയാണ്? +3. ഇവന് എത്ര ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും? +2. ഒരെണ്ണേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ നോക്കിക്കേ, സിങ്ക് ആണ്. സിങ്കിന് എത്ര ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും? ഒരെണ്ണം. സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എടുക്കുമ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാർക്കായിരിക്കും ഏറ്റവും കുറച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാൻ പറ്റുന്നത്. സ്കാൻഡിയം. യെസ്. അപ്പൊ എന്താണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എടുക്കുമ്പോൾ ആദ്യത്തെയും അവസാനത്തെ ആൾക്കാർക്ക് എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കുറവായിരിക്കും, ഒരെണ്ണമൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ സെന്ററിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് ആർക്കാണ്? സെന്ററിൽ കിടക്കുന്ന മാംഗനീസിനാണ്. ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് മാംഗനീസിനാണ്. സോ അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. Which gives greatest number of oxidation state? Which elements gives greatest number of oxidation state? Greatest number of oxidation state. ആരാണ്? മാംഗനീസ് ആയിരിക്കും. മാംഗനീസിന്റെ നോക്കിക്കുക, +2 കാണിക്കും, +3 കാണിക്കും, +4, +5, +6, +7 ഒക്കെ കാണിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മാംഗനീസിനുണ്ട്. MN പല സ്ഥലത്തെ ഓക്സിഡേഷൻ നമ്പർ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ ഒക്കെ. KMnO4 അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ, അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സുകളിൽ കോമ്പൗണ്ടുകളിൽ നമ്മൾ ഈ MN ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പലതാണ്. ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള എലമെന്റ് ഏതാണ്? മാംഗനീസ് ആണ്. അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഏറ്റവും കുറവ് കാണിക്കുന്ന എപ്പോഴും ആരായിരിക്കും? ഡി ബ്ലോക്ക് എലമെന്റ്സിലെ ആദ്യമുള്ള ആളും അവസാനമുള്ള ആളും ആയിരിക്കും. സോ 3D സീരീസിലാണെങ്കിൽ SCയും ZNഉം ആണ് ഏറ്റവും കുറവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ട്രെൻഡ് ഇൻ ദ Mn2+2m. അതായത് Mn2+/m എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്? കാഥോഡ് റിയാക്ഷൻ, ഹാഫ് റിയാക്ഷൻ. ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ കാണിക്കണാണല്ലേ? റിഡക്ഷൻ നടക്കുന്ന കാഥോഡ്. അതായത് നമ്മുടെ എന്താണ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണ് ഇവിടെ Mn2+m ആവുന്നു. M എന്ന് വെച്ചാൽ ഇവിടെ മെറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 2 ഇലക്ട്രോണ് ആദ്യം ഇവൻ 2+ ആയിരുന്നു, അവൻ 2 ഇലക്ട്രോണെ മേടിച്ച് എന്താകും? M ആകും.
അതായത് ഇവിടെ റിഡക്ഷന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഇപ്പം നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരുന്നു ശ്രീഹരി? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പഠിച്ചിട്ടുണ്ടോ അങ്ങനെ വല്ലതും? ശ്രീഹരി, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം? എന്നാ പറ ഇങ്ങോട്ട്, എന്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? കഴിഞ്ഞ ദിവസമല്ലേടാ നീ പോയി പരീക്ഷ എഴുതിയത്? അപ്പോഴത്തേക്ക് നീ മറന്നാ? എന്താ വിളിച്ചു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? The potential difference between two electrode is called electrode potential. അതായത് നമ്മളൊരു സൊല്യൂഷനിൽ രണ്ട് ഇലക്ട്രോഡിനെ വെച്ചിട്ടുണ്ടെങ്കിൽ, പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എടുത്തേക്കുന്ന സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഇവിടെ നടക്കുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ മേടിച്ച് മെറ്റൽ ആവാനുള്ള കഴിവ്. ഓക്കെ, അതിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യണത്. ദ എബവ് റിസൾട്ട് ഗിവൺ. സോ ഇവിടെ പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോണെ മേടിക്കുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണല്ലേ, നെഗറ്റീവ് അല്ലേ? അല്ല, ഇലക്ട്രോണെ മേടിക്കുമ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് ആണ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലോ കുറവൊന്നും അങ്ങനെയല്ല, ലെസ് നെഗറ്റീവ് മോർ നെഗറ്റീവ് അങ്ങനെ ഒരു വേർഡ് വെച്ചിട്ടാണ്. കാരണം എന്താണ്, നമ്മളിവിടെ ഇലക്ട്രോൺസിനെ മേടിക്കുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ് കിട്ടാൻ അതിനനുസരിച്ച് ലെസ് നെഗറ്റീവ് മോർ നെഗറ്റീവ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അത് നോർത്ത് വെച്ചേക്കണം. പിന്നെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ കാര്യമാണ് പറയുന്നത്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ മേടിക്കുവാണ്. ഇലക്ട്രോണെ മേടിക്കുന്ന സമയത്ത് കിട്ടുന്നത് നെഗറ്റീവ് സൈൻ ആണ്, നെഗറ്റീവ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, the above result give the graph of electrode potential value for 3D series can be explained as. So ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ 3D series സ്ട്രോൺഷ്യം മുമ്പ് കാണിച്ചവരുണ്ടല്ലോ, ആരൊക്കെയായിരുന്നു? ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. യെസ് യെസ്, അവരുടെ തന്നെ. ആരായിരുന്നു? ജിഐ ആരായിരുന്നു? ഭയങ്കര മറവി. ടൈറ്റാനിയം, യെസ്, ടൈറ്റാനിയം ആണ്. സ്ട്രോൺഷ്യം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, ഇവന്മാരെയാണ് നമ്മൾ 3D സീരീസ് എന്ന് പറയുന്നത്. സോ ഈ 3D സീരീസിന്റെ കാര്യമാണ് കേട്ടോ ഇവിടെ ഗ്രാഫ് വരച്ച് കാണിച്ചേക്കുന്നത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്, അതായത് നമ്മൾ ഒരു ലിക്വിഡിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ നോക്കിക്കേ, നമ്മുടെ ടൈറ്റാനിയം തൊട്ടാണ്. ടൈറ്റാനിയത്തിൽ നിന്ന് നമ്മുടെ ക്രോമിയം വരെയാകുമ്പോഴത്തേക്കും കൂടുന്നു. പിന്നെ മാംഗനീസിൽ നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവാണ്. ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ വളരെ കുറവായിരിക്കും മാംഗനീസിലും. പിന്നെ കുറവ് എവിടെയാണ്? സിങ്കിനാണ്. ആൻഡ് അത് വീണ്ടും കൂടി പിന്നെ ഒരു നോർമൽ വാല്യൂവിൽ പോകുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ആർക്കാണ്? കോപ്പറിനാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ കോപ്പറിനാണ്. ആൻഡ് പിന്നെ സിങ്കിലേക്ക് വരുമ്പോൾ താഴും. ഇത് നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇനി ഓർക്കണം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് അവൻ ഇലക്ട്രോണെ മേടിക്കുവാണ് ചെയ്യണത് കേട്ടോ. Mn2+ gives M, ഇതാണ് പറയുന്നത്. The value of E0, E0 എന്നതാണ് സ്റ്റാൻഡേർഡ്. എന്നതാ അഭിഷേക് E0? ഓർഡർ ഓഫ് ഇലക്ട്രോൺസ് അല്ല, E0 ഓർഡർ അല്ല, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഫസ്റ്റ് പാർട്ടി പഠിച്ചതാണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് E0. The value of E0 across series. സീരീസ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ കിച്ചു? സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീരിയോഡിക്കലി ആണ് ചേച്ചി. പീരിയഡിന്റെ കാര്യമാണ് ഇവിടെ പറയണത് കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ്. The value of എന്തോ എന്താടാ? ശ്രീഹരിയുടെ മൈക്ക് നോക്കിയാ പറയും.
ആ ശ്രീഹരിയുടെ മൈക്ക് ഓഫ് ചെയ്യണം. ദ വാല്യൂ ഓഫ് E0 അക്രോസ് സീരീസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതിനെയാണ് നമ്മൾ സീരീസ് എന്ന് വിളിക്കുന്നത്. ആർ ലെസ് നെഗറ്റീവ്. ലെസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആകാനുള്ള കഴിവ് കുറയുകയാണെന്നാണ് ലെസ് നെഗറ്റീവ്. ബിക്കോസ് ഓഫ് ജനറൽ ഇൻക്രീസ് ഇൻ സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. എപ്പോഴും ഓർക്കണം, നമ്മൾ ഇവിടെ അയണൈസേഷൻ എൻതാൽപ്പിയുടെ ബേസിസിലാണ് പറയണത്. ഓക്കെ, ഈ ഒരു സെന്റൻസ് പഠിച്ചു വെക്കുക. നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ നമ്മുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലെസ് നെഗറ്റീവ് ആയിരിക്കും. ലെസ് നെഗറ്റീവ് ആയിരിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, ആൻഡ് ഏറ്റവും കുറച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ആർക്കാണ്? ഏറ്റവും കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ഇവിടെ നോക്കിയാൽ മതി, ഗ്രാഫ് നോക്കിയാൽ മതി. ഏറ്റവും കുറവ് ടൈറ്റാനിയത്തിനും കൂടുതൽ കോപ്പറിനുമാണ്. അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ എന്ന് വെച്ചാൽ എന്നാണെന്നുള്ള ഒരു ചോദ്യമല്ല, പകരം നമ്മുടെ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അക്രോസ് എ പീരിയഡ് എങ്ങനെയായിരിക്കും? അങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ലെസ് നെഗറ്റീവ് ആയിരിക്കും. അക്രോസ് എ സീരീസ് അല്ലെ അക്രോസ് എ പീരിയഡ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ലെസ് നെഗറ്റീവ്. ആൻഡ് ഏറ്റവും കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് നമ്മുടെ ടൈറ്റാനിയത്തിനും ഏറ്റവും കൂടുതലുള്ളത് കോപ്പറിനുമാണ്. Value is decreased due to removal of an electron. Yes. അടുത്ത നോക്കിക്കേ, ആ രണ്ട് കാര്യം നോട്ട് ചെയ്തില്ലേ? അക്രോസ് എ സീരീസ്, the electrode potential across a series are less negative because the electrode potential across the series are less negative because of general increase in sum of first and second ionization enthalpy. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ലോവസ്റ്റ് വാല്യൂ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആർക്കാണ്? ടൈറ്റാനിയം. ലോവസ്റ്റ് വാല്യൂ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ടൈറ്റാനിയം. ലോവസ്റ്റ് വാല്യൂ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ടൈറ്റാനിയം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ ചേച്ചി അതോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണോ? ഇലക്ട്രോഡ്. Lowest value of electrode potential titanium. Highest value of electrode potential ആർക്കാണ്? കോപ്പർ. Highest value കോപ്പറിനാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഇനി അടുത്ത നോക്കിക്കേ, അത് എഴുതിയോ? ഇനി അടുത്തൊരു കാര്യമാണ് M3+ gives M2+. ഇവിടെ എന്താ നടക്കുന്നത്? 3+2+ ആവുന്നു. റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? ഓക്സിഡേഷൻ. 3+2+ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? ഓക്സിഡേഷൻ. 3+2+ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു ഇലക്ട്രോണ് മേടിച്ചപ്പോ അവൻ 2+ ആയി മാറി. റിഡക്ഷൻ ആണ് കേട്ടോ അവിടെ. ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ 2+
എന്താണ് എം 0 ആയി മാറി. 2 + 0 ആയി എന്ന് പറഞ്ഞാൽ അവൻ ഇലക്ട്രോണെ മേടിച്ച് 0 ആയി, കുറഞ്ഞു വരുമല്ലേ. ഇപ്പുറത്ത് നോക്ക്, 3 + 2 + ആയി. ഇവൻ ഒരു ഇലക്ട്രോണെ മേടിക്കുമ്പോഴാണ് ഇവൻ 2+ ആവുന്നത്. ഒരു ഇലക്ട്രോണോട് കൊടുക്കുവാണെങ്കിൽ എന്തായിരുന്നു വരേണ്ടത്? 4+ എന്നായിരുന്നു വരേണ്ടത്. 3+ ഒരു ഇലക്ട്രോണെ കൂടെ കൊടുത്താൽ 4+ ആകും. ഇവൻ ഒരു ഇലക്ട്രോണെ മേടിച്ചുകൊണ്ടാണ് 2+ എന്ന് വന്നത്. ഓക്കെ, പിടികിട്ടിയ? ഇത് നമ്മുടെ ഇലക്ട്രോഡ് റിയാക്ഷൻ വെച്ച് ഓർക്കണം കേട്ടോ. മൈനസ് അല്ലേ വരണ്ടേന്നൊന്നും ചിന്തിച്ചേക്കല്ലേ. നമ്മുടെ ഇലക്ട്രോഡ് റിയാക്ഷന് നമ്മൾ മൈനസ് എന്നൊന്നും അല്ല ഇടുന്നത്. എന്താണോ ചേഞ്ച് സംഭവിക്കുന്നത് അതാണ് എഴുതുന്നത്. സെൽ റിയാക്ഷൻ, സെൽ റെപ്രസെന്റേഷൻ വെച്ച് നമ്മൾ പഠിച്ചതായിരുന്നു ഫസ്റ്റ് പാഠത്തിൽ. അവിടെ മൈനസ് സൈൻ ഒന്നും അല്ല, എന്താണ് അവിടെ. അതായത് ആദ്യം മെറ്റൽ ആയിരുന്നവൻ ഇലക്ട്രോണെ കൊടുത്ത് അവൻ നെഗറ്റീവ് ചാർജ് കിട്ടിയെന്ന് വിചാരിക്കാം. എന്ത് ചേഞ്ച് ആണോ വന്നെ അതാണ് നമ്മൾ അവിടെ എഴുതുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ വന്നേക്കുന്നത്. M3+ ഒരു ഇലക്ട്രോണെ മേടിച്ച് എന്തായി? M2+ ആയി. അവിടുത്തെ കാര്യമാണ്. ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഈ ഒരു റിയാക്ഷനിലാണെങ്കിൽ ആർക്കായിരിക്കും? സ്കാൻഡിയത്തിനായിരിക്കും. Sc3+നാണ്. കാരണം അതിന് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആയതുകൊണ്ടാണ്. ഇവിടെ ഈ ആൾക്കാരുടെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സോ ഞാൻ ഈ പറയുന്ന അങ്ങ് എഴുതിക്കോ, ഹെഡിങ് എഴുതിയെടുത്തോ. ട്രെൻഡ് ഇൻ M3+/M2+ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഹെഡിങ് എഴുതിയ എന്നിട്ട് അതിന്റെ ബാക്കി എഴുതിക്കോ. ദ ലോ വാല്യൂ ഓഫ് ഫസ്റ്റ് പോയിന്റ് ആണ്. ദ ലോ വാല്യൂ ഫോർ SC, scandium, reflects the stability of the stability of Sc3+, which has a Sc3+, which has a noble electronic configuration, and zinc in ഈ വാല്യൂ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, കോപ്പർ അല്ലല്ലോ, SC-യുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ വളരെ കുറവാണ് എന്ന് മീൻ ചെയ്ത എന്താണ്? അവന്റെ Sc3+ അയോൺ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത പറയുന്നത് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സിങ്കിന് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, സിങ്കിന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഭയങ്കര കൂടുതലാണ്. അതിന് കാരണം എന്താണ്? അത് എഴുതിക്കോ അടുത്ത പോയിന്റ് ആയിട്ട്. The highest value for zinc is due to the removal of an electron from the stable D10 configuration, D10 ഇത് കേട്ടാ. സിംഗിൾ ലാസ്റ്റ് കിടക്കുന്ന ആളാണ്. സോ അവന്റെ സബ്ഷെൽ ഫുള്ളി ഫിൽഡ് ആണ്. D10 configuration of zinc 2+. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്? അതുപോലെ തന്നെ Mn2+/Mന്റെ കേസിൽ എന്താണ് വ്യത്യാസം? ആ കേസിൽ ലോവസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണിക്കുന്ന ആരാണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ കൂടുതലും ചോദിക്കാറ്.
അടുത്തൊരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. പാരാമാഗ്നറ്റ്, ഡയാമാഗ്നറ്റ്, ഫെറോമാഗ്നറ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? പാരാമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാരാമാഗ്നറ്റിക് കോമ്പൗണ്ട്സ് വീക്കിലി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ളതാണ് പാരാമാഗ്നറ്റ്സ്. ഓക്കെ, അതായത് ഈ പാരാമാഗ്നറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്, അത്ര പെട്ടെന്നൊന്നും അട്രാക്ട് ചെയ്യത്തില്ല. ഈ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയാലൊന്നും പാരാമാഗ്നറ്റ്സ് പെട്ടെന്നൊന്നും അട്രാക്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓൺ അപ്ലൈയിങ് എ മാഗ്നറ്റിക് ഫീൽഡ് എ സബ്സ്റ്റൻസ്, two type of magnetic behavior are observed as diamagnetic and paramagnetic. അതായത് നമ്മളൊരു സാധനത്തിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ സാധനത്തിന് രണ്ട് ടൈപ്പ് ക്യാരക്ടേഴ്സ് കാണിക്കാൻ പറ്റും. ഒന്ന് എന്താണ്? ഡയാമാഗ്നറ്റിക്കും മറ്റേത് പാരാമാഗ്നറ്റിക്. The former substance has repelled by applying field where the later one is slightly attracted. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും റിപ്പൽ ചെയ്യുന്ന ആളായിരിക്കും. റിപ്പൽ ചെയ്യുന്ന ആരായിരിക്കും? ഡയാറ്റമിക് ആയിരിക്കും, അല്ല ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ആൻഡ് അട്രാക്ട് ചെയ്യുന്നതാണ് പാരാമാഗ്നറ്റിക്. ട്രാൻസിഷൻ മെറ്റൽസ് ഹാവ് one or more unpaired electrons, so they are paramagnetic in nature. നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിനൊക്കെ എന്ത് നേച്ചർ ആണുള്ളത്? പാരാമാഗ്നറ്റിക് നേച്ചർ ആണുള്ളത്. എന്തുകൊണ്ടാണ്? അവർക്ക് one or more unpaired electrons ഉണ്ട്. അവർക്ക് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അവർ എന്താണ്? പാരാമാഗ്നറ്റ്സുകളായിരിക്കും. സോ ഈ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തുകൊള്ളുക. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്നൊരു ഹെഡിങ് എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക ട്രാൻസിഷൻ മെറ്റൽസ് ആർ paramagnetic in nature. Transition metals are paramagnetic in nature because they have one or more unpaired electrons. Transition metals are paramagnetic in nature because transition metals are paramagnetic in nature because they have one or more unpaired electrons. ഫുള്ളി ഫീൽഡ് അല്ലേ? എന്തോ ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞ ഫുള്ളി ഫീൽഡ് അല്ലേ? അപ്പൊ നിങ്ങൾ ഓർക്കണല്ലോ, മറ്റേ ബോണ്ട് ഓർഡർ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാറില്ലായിരുന്നു? അല്ലിച്ച അവിടെ നമ്മളത് എങ്ങനെ കണ്ടുപിടി? അത് നമ്മൾ +2 അങ്ങനെ എന്നിട്ട് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടേ. 0 അത് മറ്റേ ഒരു മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് σ1 σ2s അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്, പാർഷ്യലി കംപ്ലീറ്റഡ് ആണെങ്കിൽ അത് പാർഷ്യലി കംപ്ലീറ്റഡ് അല്ല അൺപെയർഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റ്, അങ്ങനെയല്ലായിരുന്നു? ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റ് ആണ്, പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡയാമാഗ്നറ്റ് ആണ്. Paramagnetism arises due to the rotation of electron around the axis and revolution around the nucleus. As the number of unpaired electrons increases, paramagnetism increases. Unpaired electrons ന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പാരാമാഗ്നറ്റിക് നേച്ചറും കൂടും. അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ. Paramagnetism depends upon paramagnetism is due to rotation of electron around the axis, and revolution around the nucleus.
Nucleus. And next point, the number of unpaired electrons increase. The number of unpaired electrons increase. Paramagnetism also increase. ഇനി നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. By its magnetic moment which is calculated by spin-only formula. ഈ ഒരു ഫോർമുലയുടെ പേരാണ് എന്ത്? Spin-only formula എന്ന് പറയുന്നത്. ഇതിട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. സോ അതിന്റെ താഴെ തന്നെ എഴുതിക്കൊള്ളുക. mu is equal to root n into n plus 2 bm. Mu is equal to n into n plus 2 bm. mu എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് മൊമെന്റ്. n എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. n എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണോ? ഇലക്ട്രോണിന്റെ എണ്ണം. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. n number of unpaired electrons ആണ്. n is number of unpaired electrons. bm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർ മാഗ്നറ്റോൺ ആണ്. ആൻഡ് അത് എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ആണ് ബോർ മാഗ്നറ്റോൺ. അതിന്റെ വാല്യൂ വന്നിട്ട് എത്രയാണ്? 9.27 into 10⁻⁻24. വേണം വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ. ബോർ മാഗ്നറ്റോൺ 9.27 into 10⁻⁻24 am square. And ബോർ മാഗ്നറ്റോൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ജൂൾ ബൈ ടൈം. എന്തിന്റെ? ബോർ മാഗ്നറ്റോൺ എന്തിന്റെ യൂണിറ്റ് ആണ്? പറയിങ്ങോട്ടെ, ആരെങ്കിലും ഒന്ന് പറ. മറ്റേ മാഗ്നറ്റിസത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ആണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോ. bm is the unit of magnetic moment. ന്റെ യൂണിറ്റ് ആണ് ബോർ മാഗ്നറ്റ്. പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കണം, എന്നാലേ ആൻസർ കിട്ടത്തുള്ളേ. അടുത്താണ് ഫെറോമാഗ്നറ്റ്. എന്താണ് ഫെറോമാഗ്നറ്റ്? Substance which are attracted very strongly by magnetic field and their dominance are aligned in one direction are called ferromagnets. അതായത് നമ്മളിങ്ങനെ ഡയറക്ഷൻ വരച്ച് കാണിക്കും. നമ്മൾ ഈ ചെറിയ ബോക്സിലിട്ട് ഡയറക്ഷൻ ഒക്കെ വരച്ച് നമ്മൾ ഓർക്കുന്നില്ല. ഡയറക്ഷൻ ഇട്ട് ഫെറോമാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ആരോ മാർക്ക് എല്ലാം സെയിം ഡയറക്ഷനിലേക്ക് ആയിരിക്കും. ആൻഡ് ഫെറോമാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യും. ആൻഡ് അവരുടെ ഡയറക്ഷൻസ് എല്ലാം സെയിം ആയിരിക്കും. അങ്ങനത്തെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫെറോമാഗ്നറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഫെറോമാഗ്നറ്റ് എന്ന് കൂടി എഴുതിക്കും. ഫെറോമാഗ്നറ്റ്സ് FERROMAGNETIC. ഫെറോമാഗ്നറ്റ്സ്. ഫെറോമാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് വിച്ച് ആർ അട്രാക്റ്റഡ് വെരി സ്ട്രോങ്ലി by magnetic field. Substance which are attracted very strongly by magnetic field. Example ഏതൊക്കെയാണ്? അയൺ,
കൊബാൾട്ട് ഒക്കെ എന്താണ്? ഫെറോ മാഗ്നറ്റുകളാണ്. എഴുതിയോ? ഫെറോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Substance which are attracted very strongly by magnetic field. Substance which are very strongly attracted by magnetic field. അടുത്തൊരു ഡി ബ്ലോക്കിന്റെ പ്രോപ്പർട്ടിയാണ് അവര് ഡിഫറെന്റ് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാകും. പഠിച്ചിട്ടില്ലേ? അവർക്ക് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അവർക്ക് ഒരുപാട് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇനി അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ്. എങ്ങനെയാണ് ഈ കളേർഡ് അയോൺസ് ഫോം ചെയ്യുന്നത്? When an electron from a lower energy d orbital is excited to higher energy d orbital, the energy of excitation correspond to frequency of light absorbed. This frequency generally lies in visible region. അതായത് നമ്മുടെ ഡി ഓർബിറ്റലിൽ ഏറ്റവും ലോ ലെവലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ അവൻ എക്സൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഹയർ എനർജി, കുറെ എനർജീനെയൊക്കെ അബ്സോർബ് ചെയ്ത് അവൻ വേറെ ഇവനെ കഴിഞ്ഞും ഹയർ എനർജി ലെവലിലേക്ക് പോയി. ഓക്കെ, ഇവൻ എനർജീനെ അബ്സോർബ് ചെയ്തിട്ടാണ് ചില കുറെ എനർജി, ലൈറ്റ് എനർജീനെയൊക്കെ ഇവൻ എക്സൈറ്റ് ചെയ്യാൻ വേണ്ട ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് എനർജീനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ടാണ് ഹയർ ലെവലിലേക്ക് പോകുന്നത്. ഹയർ ലെവലിൽ എത്തിക്കഴിഞ്ഞ് ഇവന്റെ എനർജി ഒക്കെ പുറത്തേക്ക് വിടും. ആ എനർജി എന്ന് പറയുന്നത് ഏത് റീജിയനിലായിരിക്കും? വിസിബിൾ റീജിയനിലായിരിക്കും. അതായത് ഒരു കളേർഡ് ആയിട്ടുള്ള വിസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കളറുള്ള ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയൻ, കളേർഡ് ആയിട്ടുള്ള സംഭവങ്ങളുള്ളതാണ് വിസിബിൾ റീജിയൻ. സോ അത് വിസിബിൾ റീജിയൻ. അവൻ പുറത്തേക്ക് വിടുന്ന എനർജിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വിസിബിൾ റീജിയനിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഡി ബ്ലോക്ക് അയോൺസ് ഒക്കെ എന്തായിട്ട് കാണപ്പെടുന്നത്? കളേർഡ് കോമ്പൗണ്ട്സ് ആയിട്ട് കാണപ്പെടുന്നത്. The color observed corresponding to complementary color of light absorbed. എന്ത് തരം ലൈറ്റ് ആണോ അല്ലെ നമ്മൾ അബ്സോർബ് ചെയ്ത എനർജി, ലൈറ്റ് എനർജിയുടെ ഫ്രീക്വൻസി അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പുറത്തേക്ക് വിടുന്ന കളറുകൾ. അത് ഓരോ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഓരോ കളറാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ the most of the compound of transition metals are colored due to DD transition. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള, അതായത് സിമ്പിൾ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് DD ട്രാൻസിഷൻ കൊണ്ടാണ്. DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോവർ എനർജി ലെവലിൽ ഇരിക്കുന്ന ആള്, ഡി ഓർബിറ്റലിൽ തന്നെ ലോവർ എനർജിയിൽ ഇരിക്കുന്ന ആള് എനർജീനെ അബ്സോർബ് ചെയ്ത് ഹയർ ഓർബിറ്റലിലേക്ക് പോകും. അവിടെ എത്തി അവൻ എനർജീനെ പുറത്തേക്ക് വിടുന്നു. ആ എനർജിയാണ് വിസിബിൾ റീജിയനിലുള്ള നമ്മൾ അബ്സോർബ് ചെയ്ത ഫ്രീക്വൻസി അനുസരിച്ചുള്ള ഫ്രീക്വൻസി പുറത്തേക്ക് പോകും. സോ അതാണ് നമുക്ക് കളറായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു ലോവർ എനർജിന്ന് ഹയർ എനർജിയിലേക്ക് പോകുന്ന ആ ഒരു ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? DD ട്രാൻസിഷൻ. ഓക്കെ, അതായത് ഡി ഓർബിറ്റലിൽ വെച്ച് തന്നെയാണ് ഇവൻ ട്രാൻസിഷൻ നടത്തുന്നത്. ഡി ഓർബിറ്റലിലെ ലോവർ എനർജിന്ന് ഡി ഓർബിറ്റലിൽ തന്നെ ഹയർ എനർജിയിലേക്ക് പോകും. കിട്ടിയോ? മനസ്സിലായോ? സോ ഹെഡിങ് എഴുതിക്കാം. അപ്പൊ ഈ ഡി ഓർബിറ്റിൽ തന്നെ വേറെ ഹയർ ഇതുണ്ടോ? എന്ന് വെച്ചാൽ ഡിയുടെ തന്നെ 3D 4D അങ്ങനെ ചേച്ചി ഉദ്ദേശിച്ചേ? ആ ഉണ്ട്. അങ്ങനെ പോകുന്നില്ലേ? അല്ല, ഡി ഒരു ഓർബിറ്റലിനുള്ളിൽ തന്നെ ഹയർ ലോവർ. ആ അങ്ങനെ ഉണ്ടല്ലേ. ഇപ്പൊ ഡി 3D എടുക്കുവാണെങ്കിൽ അതിനകത്ത് തന്നെ ഹയർ ലോവറും ഉണ്ടല്ലേ? ആ ഓക്കെ. സോ എഴുതുക ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ്. ഇതായിരിക്കും കുറച്ചുകൂടി. എന്നിട്ട് വേണം നമുക്ക് ബ്രാക്കറ്റിൽ DD ട്രാൻസിഷൻ കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകുമായിരിക്കും. When an electron from lower energy d orbital, when an electron from a lower energy d orbital when an electron from lower energy d orbital is excited to higher energy d orbital, the
എനർജി ഓഫ് ഇത് എനർജി ഓഫ് എഴുതരുതേ, ഹയർ എനർജി ഓഫ് ഡി ഓർബിറ്റൽ എന്ന് എഴുതിയില്ലേ, അവിടെ ബ്രാക്കറ്റിൽ ഡി ഡി ട്രാൻസിഷൻ എന്ന് എഴുതുക. ഡി ഡി ട്രാൻസിഷൻ അത് ബ്രാക്കറ്റിൽ ഇടുക. ഡി ഡി ട്രാൻസിഷൻ എന്താണെന്നുള്ളത്. The energy of excitation, the energy of excitation, the energy of excitation correspond to the frequency of light absorbed, corresponds to the frequency of light absorbed. Full stop. This frequency generally lies in the visible region. ഇവിടെ ഉണ്ടല്ലോ ഡി ഓർബിറ്റലിലെ തന്നെ എനർജി ലെവൽ നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് ലോവർ എനർജി ഉള്ള ഡി ഓർബിറ്റൽ, അതായത് ഏതാണ് 2D. 2Dയെ കഴിഞ്ഞു എനർജി കൂടുതലാണ് 3D. 3Dയെ കഴിഞ്ഞു എനർജി കൂടുതലാണ് 4D. അങ്ങനെയല്ലേ? അതായത് 2Dന്ന് അവൻ നേരെ എങ്ങോട്ടേക്ക് എക്സൈറ്റ് ചെയ്യുന്നു? 3D അല്ലെങ്കിൽ 4D. ആ കാര്യമാണ് കേട്ടോ. അങ്ങനെ ഡി ഓർബിറ്റൽസിലേക്കാണ് എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡി ഡി ട്രാൻസിഷൻ. സോ ഡി ഡി ട്രാൻസിഷൻ നടക്കുന്നതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? കളർ പുറത്തേക്ക് വിടുന്നത്. ആൻഡ് ഇവൻ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് വിസിബിൾ റീജിയനിലെ ഏതെങ്കിലും കളറിന്റെ സെയിം ഫ്രീക്വൻസി ആയിരിക്കും. സോ അവിടെ നമുക്ക് കളർ വിസിബിൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കളർ ഫോർമേഷന് കാരണം. അടുത്തതാണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. കോംപ്ലക്സ് കോമ്പൗണ്ട്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത പാഠത്തിൽ പഠിക്കാനുണ്ട്. അതായത് ഇത് കണ്ട ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലൊക്കെ ഇട്ട് കാണിക്കുന്ന ഒരുപാട് ലിഗന്റ് എന്ന് പറഞ്ഞ ബ്രാഞ്ചുകൾ എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ കാർബൺ 4 വാലൻസി, സോ 4 ബോണ്ട്, അങ്ങനെ നമ്മൾ വരച്ച് കാണിക്കില്ലേ? അതുപോലെ എഫ് കണ്ട്, എഫ് ഇവിടെ എത്ര സൈനൈഡുമായിട്ടാണ് കമ്പൈൻ ചെയ്തേക്കുന്നത്? 6. അത് മാത്രമല്ല ഇവന് പുറമെ വേറെ കോമ്പൗണ്ട്സ് ആയിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെ ഓരോ ബ്രാഞ്ച് വരച്ച് കാണിക്കുന്നതിനെയാണ് നമ്മൾ ലിഗാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഡി ബ്ലോക്സിനുണ്ട്. ആൻഡ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് ഇവന്മാര് കോംപ്ലക്സ് ഫോർമേഷൻ നടത്തുന്നത്? സോ അത് എഴുതിക്കോ. ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട് ഹെഡിങ് എഴുതുക. The transition metals form a large number of complex compounds. എഴുതാണല്ലേ? എഴുതിക്കോ. The transition metals form a large number of complex compounds due to the comparatively smaller size of the metal ion, comma, their high charge density and vacant d orbitals for bond formation. So for bond formation. ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ 3 കാരണങ്ങളാണുള്ളത്. ഒന്നെന്താണ്? സ്മോളർ സൈസ്, കമ്പാരിറ്റീവ്ലി സ്മോളർ സൈസ് ഓഫ് മെറ്റൽ അയോണിന്റെ സ്മോളർ സൈസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഹൈ ചാർജ് ഡെൻസിറ്റി. മൂന്നാമത്തെ എന്താണ്? വേക്കന്റ് ഡി ഓർബിറ്റൽസ്. ഈ റീസൺ പഠിച്ചു വെക്കണം കേട്ടോ, സാധാരണ ചോദിക്കാറുള്ളതാണ്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി.
ആൻഡ് അതിന്റെ റീസൺ എഴുതിക്കോ. The catalytic activity of D block elements. The catalytic activity of D block elements. The catalytic activity of D block elements is due to their ability to adopt the catalytic activity of D block elements. The catalytic activity of D block elements. The catalytic activity of D block elements is due to their ability to adopt multiple oxidation states and to form complex. And രണ്ട് മൂന്ന് കാറ്റലിസ്റ്റിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അയൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൗഡേർഡ് അയൺ, ഫൈനലി ഡിവൈഡ് അയൺ. ഹേബർ പ്രോസസ് എന്തിനായിരുന്നു? ഹേബർ പ്രോസസ് മറ്റേ അമോണിയയുടെ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്? അയൺ ഒരു ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. സോ ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണ് നമ്മൾ മോസ്റ്റ്ലി എന്തായിട്ട് ഉപയോഗിക്കുന്നത്? കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ റീസൺ എന്താണ്? അവന് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതായത് സന്ദർഭത്തിനനുസരിച്ച് അവന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറ്റാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതാണ് ഒരു റീസൺ. ആൻഡ് കോംപ്ലക്സ് ഉണ്ടാക്കാനുള്ള കഴിവ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവന്മാരെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? കാറ്റലിസ്റ്റുകളായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. സോ അടുത്തൊരു ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് interstitial compounds. Formation of interstitial compounds. Interstitial compounds. എന്താണ് interstitial compounds എന്ന് എഴുതിക്കോ. interstitial compounds എന്ന് പറഞ്ഞാൽ ഈ വലിയ കോംപ്ലക്സ് കോമ്പൗണ്ട് നമ്മൾ പറഞ്ഞില്ല. അതായത് ഒരുപാട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടായിരിക്കുന്നതാണ് ഈ കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. ഓക്കെ, അവന്മാരുടെ ഇടയിൽ ഈ ക്രിസ്റ്റൽ സ്പേസുകൾ കാണും. ബോണ്ടുകൾക്കിടയിലൊക്കെ ആയിട്ട് ചെറിയ സ്പേസുകളാണ്. ആ സ്പേസിൽ നമ്മുടെ ചെറിയ ആറ്റായിട്ടുള്ള ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ അങ്ങനെയുള്ള ഒരു ട്രാപ്പ് ആയി പോകും. എന്ന് വെച്ചാൽ ഒരു ആവശ്യമില്ലാണ്ട് ഇവന്മാരും കൂടി അതിനിടപെട്ടു പോകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? interstitial compounds എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹെഡിങ് എഴുതിയല്ലോ അല്ലെ? ഫോർമേഷൻ ഓഫ് interstitial compounds. എന്നതിന്റെ എഴുതിക്കോ. The transition metals are capable to The transition metals are capable of entrapping, entrapping smaller atoms of other elements such as hydrogen, carbon and nitrogen. In the interstitial sites in their crystal lattice. എഴുതിയാ? എവിടെ വരെ എഴുതി നീ? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ in the interstitial site.
in the interstitial sites in their crystal lattice. In their crystal lattice. Okay. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് അലോയ് ഫോർമേഷൻ. അയോണിന്റെ ഒക്കെ ഇഷ്ടം പോലെ അലോയ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അൽനിക്കോ, പിന്നെ അതുപോലെ തന്നെ വേറെ ഏതൊക്കെ അലോയ്യാ? നിക്കൽ കൊബാൾട്ട്. നിക്കൽ കൊബാൾട്ട് അങ്ങനെ ഒരു അലോയ് ഒന്നും ഇല്ല. നിക്രോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു അലോയ് ആണ്. അങ്ങനെ ഇഷ്ടംപോലെ അലോയികളുണ്ട്. ഓക്കെ, അപ്പൊ അലോയിയുടെ അവിടെ എഴുതിക്കോ, അലോയ് ഫോർമേഷൻ എന്താണെന്നുള്ളത് പറയുന്നുള്ളൂ കേട്ടോ. ട്രാൻസിഷൻ മെറ്റൽസ് ഫോം എ ലാർജ് നമ്പർ ഓഫ് അലോയ്സ്. അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലെൻഡ് ഓഫ് മെറ്റൽസ്. അലോയ്സ് അവിടെ എഴുതിക്കോളൂ ബ്രാക്കറ്റിൽ. അതായത് നമ്മളിപ്പോ പറഞ്ഞൊരു സെന്റൻസ് നിർത്തിയില്ലേ, ട്രാൻസിഷൻ മെറ്റൽസ് ഫോം ലാർജ് നമ്പർ ഓഫ് അലോയ്സ്, അവിടെ ബ്രാക്കറ്റിൽ എഴുതുക ബ്ലെൻഡ് ഓഫ് മെറ്റൽസ്. ബ്ലെൻഡ് മീൻസ് എന്താ? കൂടിച്ചേരല്. ബ്ലെൻഡ് ഓഫ് മെറ്റൽസ്, ഒരുപാട് മെറ്റലുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സാധനമാണ് എന്ത്? അലോയ്. ആൻഡ് അവരുടെ പ്രത്യേകതകൾ. such alloys are hard, 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 have high melting point, have high melting point, and are more resistant to corrosion, എക്സാമ്പിൾ ഏതാണ്? അൽനിക്കോ, പിന്നെ എന്താണ്? നിക്രോം, ബ്രാസ്, കോപ്പറും സിങ്കിന്റെയും അലോയ് ആണ് ഏത്? ബ്രാസ്. അതുപോലെ തന്നെ ബ്രോൺസ്, കോപ്പറും എസ്എൻ ആരാണ്? കോപ്പറും എസ്എനും തമ്മിലുള്ള ആ ഒരു അലോയ് ഫോർമേഷൻ ആണ് എന്തെന്ന് വിളിക്കുന്നത്? ബ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് പഠിച്ചത്? ആദ്യം മുതൽ കുറച്ച് കുഞ്ഞു പോയിന്റ്സ് ആണ് പറഞ്ഞത്. അതിന് എല്ലാരും മെറ്റാലിക് നേച്ചർ ആണ്. പിന്നെ എന്താണ് പറഞ്ഞത്? അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ് കാണിക്കാനുള്ള കഴിവുണ്ട്. അത് കഴിഞ്ഞ് എന്ത് പറഞ്ഞു? ഹൈ അറ്റമൈസേഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? അവന്റെ റേഡിയസിന്റെ കാര്യം, ഒരു പീരിയഡിന്റെ കാര്യം ഗ്രൂപ്പിൽ നോർമൽ ആണ് കേട്ടോ. ഇവിടെ ഷീൽഡിംഗ് എഫക്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് പഠിക്കാൻ ഇതിൽ പറഞ്ഞിട്ടില്ല ഗ്രൂപ്പിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഗ്രൂപ്പ് ഉപയോഗിക്കുവാണെങ്കിൽ നോർമലി ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പീരിയഡിന്റെ കാര്യം, പീരിയഡിൽ തന്നെയാണ് ഇവിടെ സീരീസ് എന്ന് പറയുന്നത്. സോ പീരിയഡിൽ എടുക്കുമ്പോ എന്താണ്? ആദ്യം 2-3 എലമെന്റ്സിന്റെ കാര്യം എടുക്കുമ്പോൾ റേഡിയസ് കുറയും, പിന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും, എന്നിട്ട് ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ് കുറയാൻ റീസൺ എന്താണ്? അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈസ് ഗ്രേറ്റർ ദാൻ ഷീൽഡിംഗ് എഫക്ട്. ഷീൽഡിംഗ് എഫക്റ്റിനെ കഴിഞ്ഞാൽ കൂടുതൽ ന്യൂക്ലിയർ ചാർജ് ആണ്. സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കാരണം എന്താണ്? ഷീൽഡിംഗ് എഫക്ട് ഈസ് ഈക്വൽ ടു ന്യൂക്ലിയർ ചാർജ്. ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണ്? ന്യൂക്ലിയർ ചാർജ് ഈസ് ലെസ് ദാൻ ഷീൽഡിംഗ് എഫക്ട്. ഷീൽഡിംഗ് എഫക്റ്റ് ആണ് അവിടെ കൂടുതൽ. ഓക്കെ, ഇത് സെയിം റീസൺ തന്നെയാണ് അയണൈസേഷൻ, സെയിം ട്രെൻഡ് തന്നെയാണ് അയണൈസേഷനിലും പറയാനുള്ളത്. അയണൈസേഷൻ എന്താൽപ്പിയിൽ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യം എടുക്കുമ്പോൾ എന്താ പ്രത്യേകത? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഉള്ളത് ആർക്കാണ്? മാംഗനീസിനാണ്. ആദ്യത്തെയും അവസാനത്തെയും ആളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കുറെ കോമൺ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. പിന്നെ Mn2+m ആവുന്ന കാര്യം, അതുപോലെ തന്നെ Mn3+Mn2+ ആവുന്നത്, അവിടെ ആരൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കളേർഡ് കോമ്പൗണ്ട്സിന്റെ കാര്യമാണ്. നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. അതിന് കാരണം എന്താണ്? DD ട്രാൻസിഷൻ ഉള്ളതുകൊണ്ടാണ്. DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോവർ ഡി ഓർബിറ്റലിൽ നിന്ന് ഹയർ ഡി ഓർബിറ്റലിലേക്ക് ഇവൻ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വിടുന്ന എനർജി.
ഓക്കെ, അത് വിസിബിൾ റീജിയനിലാണ് വരുന്നത്. സോ ഓരോ ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമുക്ക് കളർ വിസിബിൾ ആവും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്താണ് കോംപ്ലക്സ് ഫോർമേഷൻ. കോംപ്ലക്സ് ഫോം ചെയ്യാൻ 3 റീസൺ ആണുള്ളത്. എന്തൊക്കെയാണ് റീസൺ? സ്മോൾ സൈസ് ഓഫ് മെറ്റൽ അയോൺസ്, പിന്നെ എന്തായിരുന്നു സ്മോൾ സൈസ് ഓഫ് മെറ്റൽ അയോൺസ്, ഹൈ ചാർജ് ഡെൻസിറ്റി ആൻഡ് വേക്കന്റ് ഡി ഓർബിറ്റൽസ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യണത്. അതിന്റെ ഫോർമേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ കിടക്കുന്നുണ്ട്. ഫുൾ ഇതിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പിന്നെ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി, മെയിൻ ആയിട്ട് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒക്കെ ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണ്. അതിന്റെ റീസൺ എന്താണ്? അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സാഹചര്യത്തിനനുസരിച്ച് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഡി ബ്ലോക്കിനുണ്ട്. ആൻഡ് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇൻഡസ്ട്രീഷ്യൽ അല്ലേ, ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാപ്പ് ആവുന്ന ചില കുഞ്ഞു ഇത് വലിയ കോംപ്ലക്സ് ആണ്, വലിയ സ്ട്രക്ചർ ആണ്. അതിനിടയിൽ ചെറിയ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ പോലുള്ള ഒരു ട്രാപ്പ് ആയി പോകും. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് എന്ത്? ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് അലോയ്. അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് മെറ്റൽസ് ബ്ലെൻഡ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് അലോയികൾ എന്ന് പറയുന്നത്. ആൻഡ് അവന്മാരുടെ മെയിൻ ഫീച്ചർ എന്താണ്? അവർ ഹാർഡ് ആയിരിക്കും, കൊറോഷനെ റെസിസ്റ്റ് ചെയ്യും, നല്ല കണ്ടക്ടിവിറ്റി കാണും അല്ലെ, മാഗ്നറ്റിക് നേച്ചർ, അങ്ങനെ പല കാര്യത്തിനാണ് നമ്മൾ അലോയ്സിനെ ഉണ്ടാക്കുന്നത്. മറ്റേ 10ാം ക്ലാസ്സിലെ അയണിന്റെ ഒക്കെ സംഭവം എടുത്ത് നോക്കിയാൽ മതി, ഇപ്പൊ കിട്ടും പല പ്രോപ്പർട്ടീസ് ഒക്കെ. സോ ഞാൻ തന്നേക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് തോന്നിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അത് മാത്രം പഠിക്കാന്ന് വിചാരിച്ചിരിക്കരുത്, കേട്ടല്ല. തന്നിരിക്കുന്ന നോട്ട് ഇവിടം വരെ, അതായത് ഫസ്റ്റ് നോട്ട് മുതൽ ഇവിടം വരെയുള്ള നോട്ട്സ് വരെ വായിച്ചു നോക്കണം. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ പറയും. അതിൽ ഇമ്പോർട്ടന്റ് തോന്നുന്നൊക്കെ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം, കേട്ടാ? ഉറപ്പായിട്ടും ചെയ്യും, എനിക്കറിയാം, വെഡിക്കടായതുകൊണ്ട് ചെയ്യും. സോ ഒന്ന് വായിച്ചു നോക്ക്. ഇത് മൊത്തം വായിച്ച് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇവിടെ വരെയുള്ള ഒന്ന് വായിച്ചു നോക്കണം. അടുത്ത മുതൽ ഇനി കെമിക്കൽ റിയാക്ഷൻസ് ആണ്, ഇനി വായിക്കാനൊന്നുമില്ല. ഓക്കെ, സോ ഒന്ന് വേഗം ഒന്ന് ഓടിച്ചു നോക്ക്. അപ്പൊ നാളെ ക്ലാസ്സിൽ കയറുമ്പോൾ ഇവിടെ വരെയുള്ള പോർഷൻ പഠിച്ചിട്ടേ ഇരിക്കാവുള്ളൂ. ഫിസിക്കൽ പ്രോപ്പർട്ടി വരെ ഫുൾ കംപ്ലീറ്റ് ആക്കിയേക്കണം, കേട്ടോ ശ്രീഹരി? വായിച്ചാൽ മനസ്സിലാകുന്നുള്ളൂ. അപ്പൊ ടെക്സ്റ്റ് ഒക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കുക. ഇന്ന് പഠിപ്പിച്ചൊന്ന് വായിച്ചു നോക്കിക്കേ. എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് വേഗം നോക്കിക്കേ. ഇന്ന് 28. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ശ്രീഹരിനെ കണ്ടില്ലല്ലോ, നീ അവിടെ പോയേക്കുമായിരുന്നു. പനി, ഞാൻ പറഞ്ഞായിരുന്നു, മറന്നുപോയതാണ്. ഓക്കെ ആണോ ക്ലാസ്? നാളെ ഇവിടം വരെ വായിച്ചിട്ടേ ഇരിക്കാവുള്ളൂ. ഇനി വല്ല ഇമ്പോർട്ടന്റ് പോയിന്റ് ഒക്കെ ഉണ്ട് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെച്ച് നാളെ ക്ലാസ്സിൽ ബാക്കിയുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുത്തേക്കണം, കേട്ടല്ലോ? അത് കിച്ചുവിന്റെയും ശ്രീഹരിയുടെ ഉത്തരവാദിത്തമാണ്.